ഹായ് കൂട്ടുകാരെ, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് പകുതി ഭാഗം പഠിച്ചു. ബാലൻസ് പോർഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് പോർഷൻ വർക്ക്ഷോപ്സ്. ബിഗ് റൂംസ് വെർ കർഖാനാസ് ഫങ്ഷൻസ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. എംബ്രോയിഡേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. Goldsmith in another. Dyers and cobblers work in different rooms. Bernier. Even above is a description by Bernier, the French traveler, about the workshop and occupational group. അപ്പം ഓക്കുപ്പേഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് ഫ്രഞ്ച് ട്രാവലറായിട്ടുള്ള ബെർണിയറിൻ്റെ കുറച്ച് വേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കർഖാനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർഖാനാസ് വെയർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസർ ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പം മുഗൾ കൊട്ടാരത്തിലെ രാജാക്കന്മാർക്കും നോബിൾസിനും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്ന സെൻറ്റേഴ്സിനെയാണ് എന്ത് വിളിച്ചിരുന്നത്? കർഖാനാസ് എന്ന് വിളിച്ചിരുന്നത്. കർഖാനാസ് വേർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസ് ഓഫ് ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. അപ്പോൾ ബെർണിയർ പറയുന്നത് എന്താണ്? അവിടെ ഒരുപാട് ബിഗ് റൂമുകളിൽ എംബ്രോയിഡറി വർക്കിംഗ് ചെയ്യുന്നവരുണ്ട്. അത് കണക്ക് തന്നെ ഗോൾഡ് സ്മിത്തുകളുണ്ട്, ഡയേഴ്സ് ഉണ്ട്, കോബ്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ തൊഴിലാളികളും ഈ കർഖാനാസിൽ വർക്ക് ചെയ്തിരുന്നു. സോഷ്യൽ ലൈഫ്. അപ്പോൾ അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു? ലിസൺ ടു ദി ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ദി സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ബൈ ദ ടാവർണിയർ, ദ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡിൽ. അപ്പം മുഗൾ പീരീഡിൽ ഇന്ത്യയിലേക്ക് എത്തിയ ട്രാവലറിൻ്റെ മെസ്സേജ് നോക്കി. ദ ലൈഫ് സ്റ്റൈൽ, ഡ്രസ്സിങ് ആൻഡ് ദ ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി വേരിഡ് അക്രോസ് ഇന്ത്യ. Extravagantly, colorfully dressed people and those sparsely clad were also found here. അപ്പം ജനങ്ങളുടെ ജീവിത രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ലക്ഷൂറിയസ് ആയിരുന്നു. ഡ്രസ്സിങ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരുന്നു. ഫുഡ് ഹാബിറ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള അത് കണക്ക് തന്നെ ഡ്രസ്സിങ്ങും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയുടെ ആ കാലഘട്ടത്തിൽ മിഡീവൽ ഇന്ത്യയിലുള്ള പ്രോഗ്രസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാട്ട് ഇൻഫർമേഷൻ എബൌട്ട് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്കുപ്പേഷൻ ആൻഡ് വെൽത്ത്. അപ്പം ആ കാലഘട്ടത്തിലെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ജാതിയുടെ അടിസ്ഥാനത്തിൽ, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനങ്ങൾക്കുള്ള സാമൂഹികമായിട്ടുള്ള അവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ജാതിയുടെയും തൊഴിലിൻ്റെയും വെൽത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. King, lords, priests, officers, etc. enjoyed the higher social status. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്നത് ആരൊക്കെയായിരുന്നു? കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ്. ഇവരൊക്കെയായിരുന്നു ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലുള്ളത്. Those who engaged in agriculture and handicraft belonged to the lower strata. അപ്പോൾ ഏറ്റവും ലോവറായിട്ട് ഏറ്റവും താഴെ തട്ടിൽ നിന്നിരുന്നത് ആരൊക്കെയാണ്? കൃഷിക്കാരും അത് കണക്ക് ഹാൻഡിക്രാഫ്റ്റും ഒക്കെ ആയിരുന്നു ഏറ്റവും ലോവർ സ്ട്രാറ്റയിൽ ഉണ്ടായിരുന്നത്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അത് കണക്ക് കസ്റ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഈവിൽ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവെയിൽഡ് അല്ലേ. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ നിലനിന്നിരുന്നു? സതി അല്ലേ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള ഈവിൽ പ്രാക്ടീസായിട്ടുള്ള സതി, അത് കണക്ക് ശൈശവ വിവാഹം, ഇതൊക്കെ ഈ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. എന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ഇൻ മിഡീവൽ ഇന്ത്യ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ പോയിന്റുകൾ നിങ്ങളെല്ലാവരും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇന്ത്യ ദ എബോർഡ് ഓഫ് നോളജ്. വി ദ ഇന്ത്യൻ ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് for others to master our language. India do not go abroad in
search of knowledge. It is the people from other countries who come to India. Chess, the Panchatantra stories, mathematics are the contribution of India to the world. അപ്പോൾ നോക്കിയാൽ ഇന്ത്യക്കാർ ഒരുപാട് ലാംഗ്വേജുകൾ സംസാരിക്കുന്നു. അത് കണക്ക് തന്നെ അവരൊരുപാട് ഭാഷകൾ പഠിക്കുകയും അതിൽ വൈദഗ്ധ്യമൊക്കെ നേടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കണക്ക് തന്നെ എല്ലാ ഫോറിൻ രാജ്യങ്ങളിലേക്കും അവർ നോളേജ് അന്വേഷിച്ച് അറിവിന് വേണ്ടി അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ പോയിരുന്നു. കൂടാതെ എന്താണ്, ചെസ്സ്, പഞ്ചതന്ത്ര സ്റ്റോറീസ്, മാത്തമാറ്റിക്സിലും ഒക്കെ ഇന്ത്യക്കാർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ്. അമീർ ഖുസ്രുവിൻ്റെ വേഴ്സുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദീസ് ആർ ദ വേഴ്സ് ഓഫ് അമീർ ഖുസ്രു, ദ പോയറ്റ് ലീവ്ഡ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ സുൽത്താനേറ്റ് പീരീഡിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പോയറ്റിൻ്റെ വേഴ്സാണ് ഇത്. ക്യാൻ യു കമ്പയർഡ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ലേണിങ്ങിൽ അല്ലേ, വിദ്യാഭ്യാസ രംഗത്തായാലും അത് കണക്ക് തന്നെ പലതരത്തിലുള്ള പ്രോഗ്രസ് ഇന്ത്യയിൽ ഉണ്ടായി. We have discussed Nalanda University in previous class. Several educational centers existed in medieval India as well. അപ്പോൾ നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സെവറൽ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നിലനിന്നിരുന്നു. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദിസ് സെൻറ്റേഴ്സ് ഇൻ സെർച്ച് ഓഫ് നോളേജ്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, കുട്ടികൾ ഇവിടേക്ക് അറിവ് തേടി എത്തിയിരുന്നു. ദി എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വെയർ റിമാർക്കബിൾ എമംഗ് ദം. അപ്പോൾ എവിടെയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്? ബനാറസിലും ഡൽഹി, അത് കണക്ക് തന്നെ ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര. ഈ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സുകളിലൊക്കെ കുട്ടികൾക്ക് പലതരത്തിലുള്ള അറിവുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗണിതത്തിനും അസ്ട്രോണമിക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം, അത് കണക്ക് വളരെയധികം ഉന്നതിയിലെത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ ഏറ്റവും ഫേമസ് വർക്കാണേത്? ഭാസ്കരാചാര്യരുടെ ലീലാവതി എന്ന് പറയുന്ന കൃതി. ഒബ്സർവേറ്ററീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. അല്ലെ, ഒബ്സർവേറ്ററീസ് എവിടെയൊക്കെയാണ് പണിത് കഴിപ്പിച്ചിട്ടുള്ളത്? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ഇവിടങ്ങളിലൊക്കെ തന്നെ ഒബ്സർവേറ്ററികളൊക്കെ എന്ത് ചെയ്യുന്നു, അസ്ട്രോണമി വാന നിരീക്ഷണത്തിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു, നിർമ്മിച്ചിട്ടുണ്ട്. സെവറൽ ടെക്സ്റ്റ് വെയർ ട്രാൻസ്ലേറ്റഡ് ടു പേർഷ്യൻസ്. അത് കണക്ക് തന്നെ പല ലാംഗ്വേജുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പേർഷ്യനിലേക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഏതാണ്? മെഡീവൽ ഇന്ത്യ സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ക്ലാസ് കാണുക. ടീച്ചറിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.